ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 3 കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവദ്ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ 3 കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ അങ്ങനെ പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു? 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ, ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവ്യ പതാക. ഞാൻ വിശദീകരിക്കട്ടെ. 1947 ജൂൺ 3-നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക് സമിതിയെ വെക്കുന്നത്. ഓക്കെ, ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ്: രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു, സി രാജഗോപാലാചാരി, കെ മുൻഷി, ബി ആർ അംബേദ്കർ. ഇവർ ഏകകണ്ഠമായാണ് ഈ ത്രിവർണ്ണ പതാക ശുപാർശ ചെയ്തത്.